ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സർക്കേജ് റോസ എന്ന് പറയുന്ന ഒരു സ്മാരകത്തിലാണ്. സ്മാരകം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇത് കുറച്ച് എന്താ പറയുക, പള്ളികൾ, അതുപോലെ തന്നെ ശവകുടീരം, പിന്നെ കൊട്ടാരം, ഇതിൻ്റെയൊക്കെ ഒരു സമുച്ചയം എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിതിനെ. നമ്മളിപ്പോൾ അവിടെയാണുള്ളത്. അഹമ്മദാബാദിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറിയിട്ടാണ് ഇതുള്ളത്. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജാളികളാണ് ഇവിടുത്തെ മെയിനായിട്ട് എനിക്കിവിടെ ഒരു അട്രാക്ഷനായിട്ട് കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടുത്തെ സീലിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിനകത്ത് വെറുതെ കല്ല് മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് തടികളും വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നം നമുക്ക് കിട്ടി, പള്ളിയുടെ അകത്ത് പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ശവകുടീരത്തിൻ്റെ അകത്തും നമുക്ക് വീഡിയോ അലൗഡ് അല്ല. പിന്നെ ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിന് താഴേക്കുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഈ പള്ളിയുടെ ഈ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് നമുക്ക് കയറാനായിട്ട്. അതായത് പാൻറ്റ് അങ്ങനെയുള്ള, അതായത് ഫുൾ കാല് കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അവരാദ്യം തന്നെ ആർച്ചേനെയാണ് സ്റ്റോപ്പ് ചെയ്തത്, അകത്തേക്ക് കയറാൻ പറ്റില്ല, ഇത്തിരി മറക്കുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം വരാനായിട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ നമുക്ക് അവരെന്നെ ഒരു ഷോള് തന്ന് അത് മുണ്ടെടുക്കുന്ന പോലെ എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മളകത്ത് തന്നത്. അപ്പോൾ അവർ നമ്മളകത്ത് പോകാനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഈ കാണുന്ന ആ ഒരു ഇത് കണ്ടോ, ഒരു എന്താ പറയുക, വിശ്രമിക്കാനുള്ളൊരു സ്ഥലം. അത് 16 പില്ലേഴ്സാണ് അതിനകത്തുള്ളത്, 16 തൂണുകൾ കൊണ്ടാണ് അത് നിർമ്മിച്ചേക്കുന്നത്. നല്ല അകലെന്ന് കാണുമ്പോൾ നല്ല രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഇതിനകത്തുള്ള മെയിൻ ഹൈലൈറ്റ്, അതായത് എനിക്കിതിൽ കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു സംഭവമാണ്. ഇതിനകത്ത് കാണുന്ന ആ ഒരു ജാളി വർക്ക് അടിപൊളിയാണ്. അത് പുറത്തുനിന്ന് കാണുന്നേക്കാളും സൂപ്പർ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പോകുമ്പോഴാണ്. അതായത് ഇതിൻ്റെ അകത്തു നിന്നുള്ള ഒരു ബ്യൂട്ടിയും അത് പറഞ്ഞറിയിക്കുന്ന നല്ല കണ്ട സ്റ്റൈൽ എന്ന് പറയുന്നത് ഇന്തോ സർജനിക് ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ഇത് പണിതേക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതലും ഈ ഒരു ജാളി വർക്കിൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ മെയിനായിട്ട്. പിന്നെ ഉള്ളത് സാധാരണ പള്ളികളിലൊക്കെ ഉള്ള പോലെ തന്നെ ഡോമാണ്, അതായത് മിനാരം, ആ ഒരു സംഭവമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. ഈ ഒരു പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്ത് ഈ പോർഷൻ കാണുന്നത് നിസ്കരിക്കാനുള്ളൊരു ഏരിയയാണ്. നമസ്കരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴുള്ള ഒരു നമസ്കാര പരിപാടികളൊക്കെ ഇവിടെയാണ് നടക്കുക. ഇതിന് ചുറ്റും ഇങ്ങനെ തൂണുകൾ വെച്ചിട്ടുള്ളൊരു വാക്ക് വേ പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നല്ല, ഇതിനകത്താണ് ഞാൻ പറഞ്ഞ ഡോമുകളുള്ളത്, അതിലും നല്ല കൊത്തുപണികളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് നമ്മുടെ തടാകത്തിലേക്കുള്ളൊരു വ്യൂ. അതൊരു അന്യായ വ്യൂ എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ ഈ വന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഒരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നു, പിന്നെ പശുക്കളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. വെള്ളം ഉള്ളപ്പോൾ ഉള്ളൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് വെള്ളം എടുക്കാനൊക്കെ വേണ്ടിയുള്ളൊരു സൗകര്യമാണ് അവിടെ. അതുപോലെ തന്നെ വെള്ളം വരാനായിട്ടുള്ള സൗകര്യമുണ്ട്. ആ ഒരു തുരങ്കം പോലെ കണ്ടില്ലേ,